എല്ലാവർക്കും എം കെ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമയുടെ പോട്ടി മിക്സിനെ കുറിച്ചാണ്. അഗ്ലോണിമയ്ക്ക് ഞാൻ എടുക്കുന്ന പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും എനിക്കൊരു 2-3 പ്ലാന്റ്സ് പോട്ട് ചെയ്യാനുണ്ട്. അത് പോട്ട് ചെയ്യുന്ന നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ അതിനെടുക്കുന്ന പോട്ട് അത്യാവശ്യം നല്ല ഹോളുള്ള പോട്ടായിരിക്കണേ. അതേപോലെ പോട്ടി മിക്സ് ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്നതും വെള്ളം കെട്ടി നിൽക്കാത്ത തരം പോട്ടി മിക്സ് ആവണം. നമ്മൾ ചളി പോലെയുള്ള പോട്ടി മിക്സ് ഒരിക്കലും എടുക്കരുത്. പിന്നെ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതിന് ഉമിയാണ് കേട്ടോ. അതിൽ കരിച്ച ഉമി എടുക്കുന്നുണ്ട്, അതായത് ഉമിക്കരി എന്നറിയും. അത് കരിച്ചിട്ടും പിന്നെ കരിക്കാതെയും രണ്ടും കൂടി പകുതിയും പകുതിയായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. പ്ലാന്റിന് കാർബണൊക്കെ അടങ്ങുന്നതാവുമ്പോൾ നമ്മൾ കരിച്ചൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ എടുക്കുന്നത് മണലാണ്. പിന്നെ ഗാർഡൻ സോയിൽ, വെർമി കമ്പോസ്റ്റാണ് പിന്നത്തത്. പിന്നെ ചാണകപ്പൊടി, 2 പിടി എല്ലുപൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഫംഗസൈഡായിട്ട് സാഫാണ് എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഉമിക്ക് പകരം ചകിരിച്ചോറും എടുക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഉമിയാണ്. നമുക്ക് നന്നായിട്ട് വായുസഞ്ചാരം കിട്ടാനും പിന്നെ ഈ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഉമി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഇതേപോലെ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് ചിരലോ അല്ലെങ്കിൽ ഓട്ടും കഷ്ണം എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ പോട്ടി മിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. പോട്ടി മിക്സ് ഇട്ടിട്ട് ഞാൻ കുറച്ച് മുന്നേ നട്ട ചെറിയ പോട്ടിൽ നട്ട പ്ലാന്റ്സ് ഇപ്പോൾ അത്യാവശ്യം റൂട്ടൊക്കെ വന്ന് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ വെച്ചാണ്. അപ്പോൾ പോട്ട് മാറ്റാനായി, അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ മാറ്റി നടുകയാണ്. ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പോട്ടി മിക്സ് ആകുമ്പോൾ നമുക്ക് ബേബി പ്ലാന്റ് വരാനും ഒക്കെ നല്ലതാണ്. തൈകൾ പെട്ടെന്ന് അടിയിൽ നിന്ന് ഉണ്ടാവും. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് തൈകൾ വരുന്ന തരം അഗ്ലോണിമകളാണല്ലോ. പിന്നെ ഹൈബ്രിഡൊക്കെ ആകുമ്പോഴാണ് നമുക്ക് തൈകൾ വന്ന് കിട്ടാനൊക്കെ പ്രയാസം. ജയ്പോൺ റെഡ് പോലെയുള്ളതൊക്കെ എൻ്റെ അടുത്ത് 2 വർഷമായിട്ട് എനിക്ക് തൈകൾ വരാത്തതുകൊണ്ട് ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നതിന് ശേഷമാണ് തൈകൾ ഉണ്ടായി കിട്ടി. ഇത് അതേപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചു. ഇത് പോട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഇതും നമുക്ക് പെട്ടെന്ന് ബേബി പ്ലാന്റൊക്കെ വരുന്ന തരം പ്ലാന്റാണ്. നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുന്നത് സാധാ മണ്ണ് തന്നെ വെക്കുന്നതാണ്. നല്ല വളങ്ങളൊന്നും ഇടാതെ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നല്ല 600-ഉം 700-ഒക്കെ രൂപ കൊടുത്ത് വാങ്ങുന്ന ജയ്പോൺ റെഡ് പോലെയുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമാണല്ലോ അല്ലേ. അത് നാശമായി പോവുക ഉണ്ടാവില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റേത് മുഴുവനും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്കൊരു 5-6 തൈ ഉണ്ടായി കിട്ടി. അത് വേവ് പ്ലാന്റ് വരാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് വരുന്ന ടൈപ്പ് ആയതിനെ കൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാറ്. അടിയിൽ നിന്ന് തൈകൾ വരും. എന്നാലും ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് മുകളിലൊക്കെ ഇതേപോലെ സാഫ് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നടുമ്പോൾ സാധാ മണ്ണ് തന്നെ നടുക കേട്ടോ, വളങ്ങളൊന്നും ചേർക്കാതെ. പിന്നെ ജിഫിയിൽ ചെറിയ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നട്ടാൽ പെട്ടെന്ന് റൂട്ട് വരുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതേപോലെ ജിഫിയിൽ നടുക. പിന്നെ ഇത് ബാറ്റാലയൺ എന്ന് പറഞ്ഞ ഒരു ഇൻസെക്ടിസൈഡാണ്. ഇത് നമുക്ക് ലീഫിനൊക്കെ വരുന്ന വെള്ളീച്ച, പിന്നെ ഈ മഞ്ഞളിപ്പ്, ഇലപ്പേന്, ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട്
സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു പേക്ക് 4 ലിറ്റർ വെള്ളത്തിൽ ആണ് ഒരു പേക്ക് എടുക്കുക. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എത്രയാണ് നമുക്ക് ആവശ്യം വെച്ചാൽ 1 ലിറ്ററിൽ വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് കുറച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് എപ്സം സാൾട്ടാണ്. ഇത് അതേപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂണ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫിനൊക്കെ കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ ഒഴിച്ചൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തൈകൾ വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇലകൾക്കൊക്കെ നല്ലൊരു കളറും ഗ്ലേസിങ്ങും ഒക്കെ കിട്ടുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. എപ്സം സാൾട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇലപ്പേനോ കഡ്മിയറോ അല്ലെങ്കിൽ ബാറ്റാലയണോ ഒക്കെ അതും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.